നമസ്കാരം. നാദബ്രഹ്മ മെഡിറ്റേഷൻ. നാദബ്രഹ്മ പ്രാചീനമായ ഒരു തിബറ്റൻ ധ്യാന രീതിയാണ്. പ്രഭാതത്തിലെ ആദ്യയാമങ്ങളിലാണിത് ചെയ്യുക. ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ്, ഒന്നിച്ചോ കൂട്ടായോ. പക്ഷേ ഒഴിഞ്ഞ വയറായിരിക്കണം. ഇത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് 15 മിനിറ്റ് സമയം ഒന്നും ചെയ്യാതിരിക്കുക. 1 മണിക്കൂറാണ് ധ്യാന സമയം. ഇതിൽ 3 ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടം 30 മിനിറ്റ് സമയമാണ്. കണ്ണടച്ച് ചുണ്ടുകൾ ചേർത്ത് വച്ച് ശരീരം അയച്ചിടുക. നിവർന്നിരിക്കുക. മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന വിധം ഉച്ചത്തിൽ മൂളിപ്പാട്ട് പാടുക. അതാണ് സ്റ്റെപ്പ്. ശരീരത്തിലൂടെ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുകയും ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നതായിട്ട് ഭാവിക്കുക. ആ വൈബ്രേഷൻ, മൂളിപ്പാട്ടിനോടൊപ്പം തന്നെ വൈബ്രേഷൻ നമ്മൾക്ക് ശരീരത്തിൽ അനുഭവിക്കുക. കാലിയായ ഒരു കുഴലോ ശൂന്യമായ ഒരു പാത്രമോ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാം. ആ സമയത്ത് മൂളിപ്പാട്ടിൻ്റെ തരംഗങ്ങൾ മാത്രമായിരിക്കും അതിനുള്ളിൽ. അപ്പോൾ കാലിയായ ഒരു കുഴലോ പാത്രത്തിലേക്കോ നിങ്ങൾ പാടുന്ന മൂളിപ്പാട്ട് ഇതിലേക്ക് നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ റേക്കിയുടെ റെയിൻബോ ചാൻഡിങ് പോളിനേഷൻ സോങ് ഹേലോ അക്കീലോ മാന ഹോലോ സേഹേക്കി സോഹം, അതിങ്ങനെ മൂളിപ്പാട്ടായിട്ട് പാടാം. ഹേലോ അക്കീലോ മാന ഹോലോ സേഹേക്കി സോഹം എന്നിങ്ങനെ ആവർത്തിച്ച് പാടുക. അപ്പോൾ ശൂന്യമായ ഈ കുഴലിലോ, മനസ്സിൻ്റെ ഉള്ളിലുള്ള കുഴലിലോ, മനസ്സിൽ കാണുന്ന, സങ്കല്പത്തിൽ കാണുന്ന ആ പാത്രത്തിലോ ഇത് അതിൻ്റെ തരംഗങ്ങൾ നിറയും. അതിനുശേഷം മനസ്സിൽ മൂളിപ്പാട്ടിൻ്റെ തരംഗങ്ങൾ മാത്രമായിരിക്കും അതിനുള്ളിൽ നിറയുന്നത്. അപ്പോൾ മൂളൽ തുടരുകയും നിങ്ങൾ ശ്രോതാവ് മാത്രമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ശ്വസനക്രമമൊന്നുമില്ല. നിങ്ങൾക്ക് ശബ്ദത്തിൻ്റെ സ്ഥായി കൂട്ടുകയോ മൃദുവായി ശരീരം ചലിപ്പിക്കുകയോ ചെയ്യാം, അങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ എക്കോ, പ്രതിധ്വനി നിങ്ങൾ അല്പസമയം നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരും. നിങ്ങൾ ചാൻറ്റ് ചെയ്ത മൂളിപ്പാട്ടിൻ്റെ മർമ്മരങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും. 2-ാം ഘട്ടം 7.5 മിനിറ്റുമുള്ള 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അതിനെ 2 ഭാഗങ്ങളായിട്ട് 7.5 മിനിറ്റിനെ വിഭജിച്ചിട്ട് ആദ്യ ഭാഗത്ത് കൈവെള്ള മുകളിലേക്ക് ആക്കുക. കൈവെള്ളകൾ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് പുറത്തേക്ക് വൃത്തം വരയ്ക്കുന്നു. ഒരു വൃത്തം ഇങ്ങനെ വരയ്ക്കുന്നു. മുകളിലാക്കിയതിന് ശേഷം പുറത്തേക്ക് വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. അതായത് നാഭിയിൽ നിന്ന് വൃത്താകൃതിയിൽ ഇങ്ങനെ പുറത്തേക്കൊരു വൃത്തം ഇങ്ങനെ വരയ്ക്കുന്നു. നാഭിയിൽ നിന്ന് ആരംഭിച്ച് 2 കൈകളും മുന്നോട്ട് പോകുകയും 2 വശത്തും ഇടത്തും വലത്തും ആയി ഒരുപോലെ 2 വലിയ വൃത്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പം മൂളിപ്പാട്ട് അവിടെ നിൽക്കുന്നു. 2-ാം ഘട്ടത്തിന് നാഭിയിൽ നിന്ന് മുന്നോട്ട് ചലിച്ച് 2 വൃത്തങ്ങളിങ്ങനെ പ്രപഞ്ചത്തിലേക്ക് പ്രതിസ്പന്ദിച്ചു കൊണ്ടുള്ള ഒരു 2 വൃത്തങ്ങളിങ്ങനെ വരയ്ക്കുന്നു. ഈ ചലനം പ്രത്യക്ഷത്തിൽ കാണാനാവാത്ത വിധം
അത്ര വളരെ പതുക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ബാഹ്യപ്രപഞ്ചത്തിലേക്ക് ഊർജം സംക്രമിക്കുകയാണെന്ന് ഭാവിക്കുക. അപ്പോൾ മൂളിപ്പാട്ടിൻ്റെ തരംഗങ്ങളുടെ ഇത് 2 വൃത്തങ്ങളിങ്ങനെ പുറത്തേക്കിങ്ങനെ 2 സൈഡിലായിട്ട് ഇടതും വലതുമായിട്ട് പ്രപഞ്ചത്തിലേക്ക് നിങ്ങളെങ്ങനെ വിരിയിക്കുന്നു, പുഷ്പധാരണം പോലെ വിരിയിക്കുന്നു. അടുത്ത 7.5 മിനിറ്റ് സമയം ചെയ്യുന്നത് 7.5 മിനിറ്റിന് ശേഷം പിന്നെ കൈകൾ തിരിച്ച് കൈവെള്ള താഴോട്ടാക്കി അവയെ എതിർദിശയിലേക്ക് ചുഴറ്റുവാൻ തുടങ്ങുക. പിന്നീട് എതിർദിശയിലേക്ക് 7.5 മിനിറ്റ് സമയം ഇങ്ങനെ എതിർദിശയിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുഴറ്റാൻ ശ്രമിക്കുക. വീണ്ടും 7.5 മിനിറ്റ് ബാക്ക്വേഡായിട്ട് വൃത്തങ്ങൾ ചലിപ്പിക്കുക. തിരിച്ച് കൈവെള്ള താഴോട്ടാക്കി അവയെ എതിർദിശയിലേക്ക് ചുഴറ്റാൻ തുടങ്ങുക. അപ്പോൾ കൈകൾ നാഭിക്ക് നേരെ വരികയും ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലേക്കും വിഭജിച്ചു പോവുകയും ചെയ്യും. ഊർജം ഉള്ളിലേക്കെടുക്കുകയാണെന്ന് അനുഭവിക്കുക. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മൃദുവായി ചലിക്കാൻ തുടങ്ങുന്നു എങ്കിൽ തടയാതിരിക്കുക. ആദ്യത്തെ ഭാഗത്തെ പോലെ തന്നെ. 3-ാം ഘട്ടം 15 മിനിറ്റ് സമയമാണ്. തീർത്തും നിശബ്ദനും നിശ്ചലനുമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഈ മൂളിപ്പാട്ടിൻ്റെ ഇതാണ്. സ്വച്ഛമായിട്ട് ഇരുന്നതിന് ശേഷം ആദ്യം ഉള്ളിൽ ഒരു കുടമോ ഒരു കുഴലോ സങ്കല്പിച്ചിട്ട് മൂളിപ്പാട്ട് പാടുക. കണ്ണടച്ച് ഇരുന്ന് ശരീരത്തിലൊരു പ്രകമ്പനം തോന്നുന്നതിനനുസരിച്ച്. അത് 30 മിനിറ്റ് സമയമാണ്. 2-ാം ഘട്ടത്തിൽ 15 മിനിറ്റ് സമയം നിങ്ങൾ 2 വൃത്തങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 7.5 മിനിറ്റ്. പിന്നെ 7.5 മിനിറ്റ് പിന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം ഈ നിങ്ങൾ ആദ്യം ചാൻഡ് ചെയ്ത ഹേലോവ കേലോവ മാനാഹോലോ സെഹയ്ക്ക് സോഹം എന്നുള്ള അതിൻ്റെ പ്രതിധ്വനിയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ നിശബ്ദനായിട്ടിരിക്കുക. ഇത് എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. 21 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൽ എക്സ്പേർട്ടാവും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ പിന്നെ ഈ സമയം കുറച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുറത്തേക്കുള്ള ഈ പ്രവർത്തനവും പിന്നീട് പ്രപഞ്ചത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ പ്രവർത്തനവും 2 വൃത്തങ്ങൾ 2 ഭാഗത്തായിട്ട് ചെയ്യുന്നതല്ലാണ് നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരം ഓറ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പം നാദത്തിൻ്റെ ഈ നാദം എന്താണോ നമ്മൾ ശ്രവിച്ചത് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മളിലേക്ക് വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു നാദം പുറപ്പെടുവിച്ചത് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു കനത്ത നിശബ്ദത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾ മൂളിപ്പാട്ട് പാടിയതിന് ശേഷം ഉണ്ടാകുന്ന ആ കനത്ത നിശബ്ദതയിൽ പിന്നീടാണ് ഈ സംഗതികൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹീലിംഗ് മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. റേക്കിയോടുകൂടി രോഗിയെ ചികിത്സിക്കാനും ഇതേ രീതിയിൽ രോഗിക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് ഈ ഒരു ധ്യാനം മാത്രം രോഗിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗിക്ക് സ്വമേധയാ രോഗം സുഖപ്പെടുത്താനുള്ള കഴിവിലേക്ക് രോഗി എത്തിച്ചേരും. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ് ലെറ്റർ ഫ്രീക്കി.